വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ച നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് എങ്ങനെയാവും നമുക്കറിയില്ല. ഡേ ഇൻ മൈ ലൈഫ് ഫുൾ ഉണ്ടാവുമോ, ഇനി പകുതി ഞങ്ങൾ നിർത്തുമെന്നൊന്നും നമുക്കറിയില്ല. എന്നാലും ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് കാണിച്ചു തരാമെന്നാണ്. അപ്പോൾ നമ്മൾ രാവിലെ എനിക്ക് ഫ്രഷായി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു 10 മണി. കുറച്ച് നേരത്തെ ഡിസ്കഷന് ശേഷമാണ് നമ്മളിപ്പോൾ ഫൈനലൈസ് ചെയ്തത് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഇനി ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാം അല്ലേ? അതെ അതെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേ ഇങ്ങനെയാണ് കാണിച്ചു തരാം. ഒരു ക്ലാസ് ഇല്ലാതെ ഒരു ഡേ. ഓക്കെ ബാ. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലി മാവ് ഒഴിച്ച് ആവി കയറ്റാൻ വെക്കണം. ഇതാണ് ഇഡ്ഡലി മാവ്, ഇഡ്ഡലിക്കുള്ള കൺസിസ്റ്റൻസി. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട്, നമുക്കിഷ്ടമാണ്. നമ്മൾ പുറത്ത് ഇഡ്ഡലിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി മാവ് ഇവിടെ സെറ്റാണ്. വിസ്മയ ചെയ്യാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമ്മളിത് ഒഴിച്ചിട്ട് ആവി കയറ്റാൻ വെക്കും. നമ്മൾ ഉണ്ടാക്കി വരില്ലേ. ഇതിലിപ്പോൾ നമ്മൾ സബോളയാണ് ഇട്ടിട്ടുള്ളത്. കാരണം പിന്നെ തക്കാളി ഉണ്ട്, പച്ചമുളക് ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്. ഇത്ര സാധനം ഇട്ടിട്ടുള്ളത് ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത് മിക്സിയിൽ അടിച്ചിട്ട് ലാസ്റ്റ് എന്താവും. സാധനങ്ങളുടെ ക്ഷാമമാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ കടയിൽ പോയി വാങ്ങാനുള്ളൊരു മടി. അപ്പം അതുകൊണ്ട് നമ്മളുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഉച്ചയ്ക്ക് നമ്മൾ ഹെവി ആക്കാം അല്ലേ? അതെ അതെ. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. അപ്പം ഇഡ്ഡലിയും ചമ്മന്തിയും സൂപ്പർ അല്ലേ? അതെ നല്ലുണ്ടായിരുന്നു. അപ്പം നമ്മളിനി എന്തെങ്കിലും സിനിമയോ സീരീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് വിചാരിച്ചേക്കാണ്. പക്ഷെ ലാപ്പിൽ ചാർജ് ഇല്ല. സർപ്രൈസ് ലാപ്പിൽ ചാർജ് ഇല്ല, ഓൺ ആവുന്നില്ല. ചാർജർ അതെ. അപ്പോൾ നമ്മൾ സിനിമ കണ്ടുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ച് ഉണ്ട്. പിന്നെ അതെന്താ ഇതെന്താ? ഇത് നെല്ലിക്കല്ലേ? നെല്ലിക്ക ആംല. പിന്നെന്താ? പീനട്ട് ഉണ്ട്. എടുക്കണ്ട് ഗൈസ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മളിനി സിനിമ കാണട്ടെ അല്ലേ? സിനിമ കാണാൻ എന്ത് സിനിമ കാണണം നമുക്ക് ആദ്യം തീരുമാനിക്കാം. അതെ, ഏത് സിനിമ കാണണം നമുക്ക് ആദ്യം. നല്ല ടേസ്റ്റാണ് കാണിച്ചത്, പക്ഷെ രസം ഉണ്ടാകും. ഇതാണോ? ചാർജ് കയറുന്നുണ്ടോ? നെല്ലിക്കല്ലേ? അതല്ല, അതാണ് തേനിലിട്ടിട്ട് ഡ്രൈ ആയത്. പക്ഷെ തേനാലിക്ക കുറച്ചും കൂടി സ്വീറ്റ് അല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് കുറച്ച് കയ്പില്ല. ഇത് ഉണക്കി തേനിലിട്ട് വെച്ച നെല്ലിക്ക ഉണക്കിയത്. അപ്പൊ ഇതിനെന്താ പറയാ? ഡ്രൈ നെല്ലിക്ക. വെറും ഡ്രൈ നെല്ലിക്ക പറയാൻ പറ്റില്ല. തേനിലിട്ട് ഡ്രൈ അല്ലേ? ഹണി ഡ്രൈ നെല്ലിക്ക നല്ലല്ലേ? എനിക്ക് ഒന്നും നന്നാകാൻ ആണ്ട് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ തിന്നാം. വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഞാൻ തിന്നോ? ഇത് ഓറഞ്ചാണ് ഗൈസ്. അത് അവർക്ക് അറിയില്ല ഓറഞ്ച്. ഇതെന്തൊരു ചെറുതാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. ഭയങ്കര കുട്ടിയല്ലേ ഇത്. കുട്ടി ഇപ്പം നമ്മൾ ഫിലിം കാണാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏത് ഫിലിമാണെന്നും കൂടി നോക്കി ഒന്ന് സെറ്റ് ചെയ്ത് കാണാം അല്ലേ? അപ്പോൾ ബസ് മാച്ച് കണ്ടു. നമുക്ക് ഏതെങ്കിലും നല്ലത് നോക്കിയിട്ട് കാണാം. അങ്ങനെ പടം കഴിഞ്ഞു. ഞങ്ങൾ കണ്ട സിനിമ എന്ന് പറയുന്നത് അയൽവാശി എന്ന് പറഞ്ഞ സിനിമയാണ് കണ്ടത്. വല്ലാത്തൊരു സിനിമയായി പോയി. നെക്സ്റ്റ് ഇനി എന്താ വെച്ചാൽ സക്സസ്ഫുള്ളി വേസ്റ്റഡ് 2 hours ഉണ്ടോ? അപ്പം നമുക്കിനി ഫുഡ് ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. ഇപ്പൊ സമയം 1 മണി. ഇപ്പൊ സമയം 1 മണി. ഇനി നമ്മൾ ഫുഡ് ഉണ്ടാക്കണം. ചോറ് റെഡി, കറി എന്തെങ്കിലും ഉണ്ടാക്കണം.
എന്നിട്ട് കഴിക്കണം. അപ്പോൾ ഒരു 2 മണിക്കുള്ളിൽ ഫുഡ് ലഞ്ച് നമ്മൾ കഴിക്കും ഇല്ലേ? അപ്പോൾ നമുക്ക് ഇതാണ് ലഞ്ച്. സോയ കറി ഉണ്ട്, സോയ ഫ്രൈ ഉണ്ട്, ഓംപ്ലേറ്റ് ഉണ്ട്, അച്ചാറുണ്ട്. ഹാപ്പി ലഞ്ച്.